ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി ലൈഫിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ്. ആ ടിപ്സ് എന്തൊക്കെയാണെന്നൊന്നും നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കാപ്പി അതുപോലെ ചായയൊക്കെ കുടിക്കുന്ന 2 കപ്പാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 കപ്പിൽ നമ്മൾ കോഫി ആണെങ്കിലും അതുപോലെ ചായ കുടിച്ചാലും ഇതിനകത്തെല്ലാം കറയൊക്കെ പിടിച്ച് നല്ലപോലെ കഴുക്കായിരിക്കും. അപ്പോൾ അങ്ങനെ അഴുക്ക് പോകാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. ഡെയിലി നമ്മളിത് യൂസ് ചെയ്യുന്നതിന് പെട്ടെന്ന് കറ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അതിനായിട്ട് ആദ്യം ഈ കപ്പിലേക്ക് 1/2 ടീസ്പൂൺ വീതം സോഡാപ്പൊടി അഥവാ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിരി ആണെങ്കിലും സോഡാപ്പൊടി ആണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടാവുമല്ലോ. ഇതൊഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് നല്ല പോലൊക്കെ ഒന്ന് കപ്പിൽ എല്ലാ ഭാഗത്തും ഒന്ന് നമുക്കിതുപോലൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ എത്ര കറ പിടിച്ച ഗ്ലാസ് ആണെങ്കിലും ഇതേപോലെ ഒരു 2 മിനിറ്റ് ആയതിനു ശേഷം നമ്മൾ സാധാരണ സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. അതെടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ ഒന്ന് കഴുകി ഒന്ന് കാണിക്കാം. ഈ ഒരു സോഡാപ്പൊടി ആണെങ്കിലും അതുപോലെ തന്നെ വിനാഗിരിയും കൂടെ മിക്സ് ചെയ്ത് കഴിയണമെന്ന് ക്ലീനിങ്ങിന് വളരെയധികം നല്ലതാണ്. എത്ര കറ പിടിച്ച കാപ്പി കുടിച്ചാലും അതുപോലെ തന്നെ നമ്മൾ ചായ കുടിച്ചാലും ചായയൊക്കെ കുടിക്കുമ്പോൾ പെട്ടെന്നാണ് ഈ ഒരു കറ ഉണ്ടാകുന്നത്. അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നല്ല പോലെ പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു ചീനിച്ചട്ടി എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ചീനിച്ചട്ടി എത്ര ഉപയോഗിച്ചാലും എത്ര കഴുകിയാലും അത് പെട്ടെന്ന് അഴുക്കാവുകയും ചെയ്യും. അത് കളയാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. ഇതിൻ്റെ പുറവശത്തും ഇതുപോലെ തന്നെ ധാരാളം അഴുക്ക് കയറിയിരിപ്പുണ്ട്. അതുപോലെ തന്നെ കരി പിടിച്ചതും കറ പിടിച്ചതുമായിട്ടുള്ള ഇതുപോലത്തെ ചീനിച്ചട്ടി എങ്ങനെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം ഞാനിവിടെ ഇതിന്റെ ബാക്ക് സൈഡ് നിങ്ങളെ ഒന്ന് ആദ്യം ഫസ്റ്റിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടിയാണ്. സോഡാപ്പൊടി ഇതുപോലൊക്കെ എല്ലാ സൈഡിലും ഒന്ന് നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് തേച്ച് കഴിയാനായിട്ട് ആദ്യം നമുക്കൊരു നാരങ്ങയുടെ തോട്, നമ്മൾ നാരങ്ങയൊക്കെ ഈ ഒരു സമയത്ത് ധാരാളം ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ ഈ ഒരു നാരങ്ങയുടെ തോടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഫസ്റ്റിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം. ഈ ഒരു നാരങ്ങയുടെ തോട് വെച്ചിട്ട് നമ്മൾ ആ സൈഡിലെല്ലാം ഈ ഒരു സോഡാപ്പൊടി ആ ഒരു വിനാഗിരിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് കൊടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ ആദ്യം നാരങ്ങയുടെ തോട് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. അപ്പം ഇത് എല്ലായിടവും ഒന്ന് നല്ല പോലൊക്കെ ഞാനൊന്ന് ആക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഈ ഒരു മിശ്രിതം. അതിന് ശേഷം നമ്മളൊരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. അറിയാമല്ലോ, നാരങ്ങയുടെ തോടെന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങിന് വളരെയധികം നല്ലതാണ്. ഇനി ഇതാ ഞാനിവിടെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. പെട്ടെന്നായിരിക്കും ഇതിൻ്റെ അഴുക്ക് പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇത്ര ഇടയിലെ തന്നെ പോയിട്ടുണ്ട്. ഇതുപോലെ ഫുള്ള് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ പുറകിവിടെ നല്ല പോലെ ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതൊന്ന് കഴുകി കാണിക്കാം. ഇതാ നമ്മുടെ ചീനിച്ചട്ടി ഇവിടെ പുതുപുത്തനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുറകിൽ നിന്ന് അഴുക്കെല്ലാം പോയിട്ടുണ്ട്. ഇനി അകവും ഞാൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തു. അകത്ത് ഞാൻ ഇതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ നാരങ്ങയുടെ തോട് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലായിടവും ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കൊരു സ്ക്രബ്ബർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. അതാ ഞാനൊന്ന് കഴുകിയിട്ടുണ്ട്. ഇനി നിങ്ങളെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം.
കണ്ടില്ലേ, പുതുപുത്തനായിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണും ഇതുപോലൊരു തവ അഥവാ ദോശക്കല്ല് ഇല്ലേ. നമ്മൾ എന്നും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അല്ലെ ദോശ ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ കരി പിടിച്ച് ഒരുമാതിരി കറുത്തിരിക്കും. അതുപോലെ തന്നെ ദോശയൊക്കെ ഒട്ടിപ്പിടിക്കും. അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കുന്നതാണെങ്കിലും കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ കരിഞ്ഞു പോയതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ഒത്തിരി പഴയ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു കല്ലാണിത്. പിന്നെ ഇത് പെട്ടെന്ന് ക്ലീൻ ആക്കാനുള്ള ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. അതിനായിട്ട് ഫസ്റ്റിൽ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. ഉപ്പ് നമ്മൾ ഈ ഒരു കല്ലിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മുറി നാരങ്ങയാണ് ഇവിടെ എടുക്കുന്നത്. അതിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ നല്ലപോലെ എല്ലായിടും ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ക്ലീൻ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ചപ്പാത്തി ഒന്നും ഒട്ടിപ്പിടിച്ച് പെട്ടെന്ന് കരിയുകയില്ല. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞാൻ നിങ്ങളെ തേച്ച് കഴിയതിന് ശേഷം ഒന്ന് കാണിക്കുന്നതാണ്. ഇപ്പോൾ ഇതാ ഞാനിവിടെ നല്ല പോലെ എല്ലാം ഒന്ന് നാരങ്ങ ഒഴിച്ചിട്ട് തേച്ച് കഴുകിയിട്ടുണ്ട്. ഇനി നിങ്ങളെ ഒന്ന് കഴുകി കാണിക്കാം. പെട്ടെന്ന് അഴുക്ക് പോകും. അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കത്തില്ല. പെട്ടെന്ന് നമുക്ക് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഒരുപാട് ഒട്ടിപ്പിടിക്കുന്ന ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സവാള പകുതി കട്ട് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് എണ്ണ തേച്ച് നല്ല പോലെ ഒന്ന് ഈ ഒരു കല്ലിൽ തൂത്ത് കഴിഞ്ഞാൽ ദോശയൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കഴുകി കാണിക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല പോലൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ആദ്യം കണ്ട പോലെ അല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഉപ്പും നാരങ്ങായും അതുപോലൊക്കെ തന്നെ നല്ല പോലെ മിക്സ് ചെയ്തൊന്ന് ഇതുപോലൊന്ന് കഴുകി നോക്കാം. നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിക്സി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്നാണ് അഴുക്കാവുന്നത്. അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമുക്കൊരു പഴയ ടൂത്ത് ബ്രഷാണ് വേണ്ടത്. അതിലേക്ക് ഞാൻ കുറച്ച് ഇവിടെ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പേസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ട് ഇവിടെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം. നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ ഇതിൽ എന്തുമാത്രം അഴുക്കുണ്ടെന്ന്. ഇനിയിപ്പോൾ കഴുകി കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ ഒന്ന് ഞാനൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇതിനകത്തൊക്കെ നല്ല പോലെ അഴുക്കുണ്ട്. അപ്പം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം. എത്ര അഴുക്ക് പിടിച്ച മിക്സിയും പുതുപുത്തനാക്കാൻ ഒരു അപ്പോൾ അതാ ഈ സൈഡിലെ അഴുക്കൊക്കെ നമുക്ക് ഇതുപോലൊരു ചെറിയ ബഡ്സ് എടുത്തിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇനി ഞാനിതൊന്ന് തുടച്ച് കാണിക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ മിക്സിയുടെ ജാറൊന്ന് നല്ലപോലെ ഒരു കോട്ടൺ തുണി ഇട്ടിട്ടൊന്ന് തുടച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, പുത്തനായിട്ടുണ്ട് നമ്മുടെ മിക്സി. ഇതാ കണ്ടില്ലേ, അകത്തിരുന്ന് അഴുക്കൊക്കെ പോയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ സൈഡിലെ അഴുക്കും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മിക്സി ഇതുപോലെ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിച്ചൺ ടോപ്പിലൊക്കെ ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എണ്ണയൊക്കെ താഴെ വീഴാറുണ്ടല്ലേ. അങ്ങനെ ആയി കഴിയുന്നുണ്ടെങ്കിൽ അവിടെ ഉറുമ്പ് പെട്ടെന്ന് വരും. അപ്പോൾ ആ എണ്ണ പെട്ടെന്ന് ഉറുമ്പൊന്നും കയറാതെ തുടച്ച് കളയാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അതിനായിട്ട് എണ്ണ വീഴുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ആ എണ്ണ ഉള്ളിടത്തെല്ലാം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു കോട്ടൻ്റെ തുണി കൊണ്ട് ഒരു 1-2 മിനിറ്റിനകം ഇത് തുടച്ചെടുക്കാവുന്നതാണ്. ഇതാ ഞാനൊന്ന് തുടച്ച് കാണിക്കാം. അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലൊക്കെ തുടച്ചെടുക്കാവുന്നതാണ്. അത്ര ഇടയിലെ ആ ഒരു എണ്ണമയം നമുക്ക് മാറി കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഞാനൊന്ന് തുടച്ചെടുക്കാം. കണ്ടില്ലേ, അവിടുത്തെ ആ ഒരു എണ്ണമയം മൊത്തം ഇങ്ങ് പോന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പും സിമ്പിളാണെങ്കിലും വളരെ യൂസ്ഫുള്ളാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു അരിപ്പ എന്ന് പറയുന്നത്. ഇല്ലേ, അരിപ്പ ഇല്ലാതെ നമുക്ക് ചായയൊന്നും അരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഡെയിലി നമ്മൾ എന്തായാലും ചായ തയ്യാറാക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരു അരിപ്പയിൽ ഉണ്ടാകുന്ന ചായക്കറിയൊക്കെ മാറാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അരിപ്പ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തിരിക്കുന്നത്. കൂടുതലുണ്ടെങ്കിൽ 2-3 ഒക്കെ അരിപ്പ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഒഴിച്ചു കൊടുക്കേണ്ട, ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ആ ഒരു അരിപ്പ എടുത്തിട്ട് അരിപ്പയിലേക്ക് കുറച്ച് നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുക. അപ്പം നമ്മളൊരു പഴയ ബ്രഷ് എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ചൊന്ന്
തേച്ച് കൊടുത്ത് ഇതുപോലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള തേയിലക്കൊത്തൊക്കെ പോയി നല്ല പുതുപുത്തനായിട്ടിരിക്കും. കറയും അഴുക്കും എല്ലാം പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പെല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കഴിയും കൂടെ കാണിക്കാം. ഇപ്പോൾ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആ കളർ മാറിയിട്ട് നല്ലപോലെ വെളുത്തിട്ടുണ്ട്. വിനാഗിരി ആണെങ്കിലും ബേക്കിംഗ് സോഡ ആണെങ്കിലും നമ്മൾ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. കെമിക്കലൊക്കെ ചേർന്ന് ക്ലീനിങ് ഐറ്റംസൊക്കെ വാങ്ങി നമ്മൾ ക്ലീൻ ചെയ്യുന്നതിലൊക്കെ ഒത്തിരി നല്ലതാണ്. ഇതേപോലൊക്കെയുള്ള സോഡാപ്പൊടി അല്ലെങ്കിൽ വിനാഗിരിയും ചേർത്ത് ഇതുപോലെ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്താൽ പുത്തനായിട്ടില്ലേ. ഇതിനകത്ത് വലിയ കറയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് ക്ലീൻ ആയത്. എത്ര കറയുണ്ടെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് എല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.